എന്നാ ബിരിയാണി കഴിച്ചാലോ? ബെസ്റ്റ് ബിരിയാണിയാണോ? ആണോ? എന്നാ ശരി, ട്രൈ ചെയ്ത് നോക്കാം. കുറച്ചധികം നാളായി ഫുഡ് വ്ളോഗിംഗ് ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ തിരിച്ചും അതൊന്ന് റെസ്യൂം ചെയ്താലോ എന്ന് മനസ്സിലൊരു പ്ലാൻ ഉണ്ട്. സോ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഇത് കണക്കാക്കാം കേട്ടോ. ബെസ്റ്റ് ബിരിയാണി ഇൻ ട്രിവാൻഡ്രം എന്നാണ് കൊണ്ടുവന്നത്. ലെറ്റ്സ് സീ. പ്യുവർ വെജിറ്റേറിയനായ ഞാൻ ഈ ബിരിയാണി കടയിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വെജിറ്റബിൾ ബിരിയാണി കഴിക്കാൻ വന്നതാണ്. ഫ്രണ്ട്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മലക്കറിയിട്ട ചോറ്. പൊതുവേ നല്ല വിശപ്പുള്ള സമയം ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കാറില്ല. പിന്നെ ഇന്ന് ഈ റെസ്യൂമിങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഫുഡ് ടെക്സ്റ്റിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടുത്തെ നല്ല ബിരിയാണിയാണെന്ന് കേട്ട് എന്തോ ഭാഗ്യം കൊണ്ട് ഇവിടെ മിനി വെജ് ബിരിയാണിയുണ്ട്, അല്ലാണ്ടുള്ള ഫുള്ളും ഉണ്ട്. അപ്പോൾ ഒരു ഫുള്ള് തന്നെ ഓർഡർ ചെയ്തു. പിന്നെ ഇവിടുത്തെ വലിയ സ്പേസ് ഒന്നുമില്ല, ചെറിയ സ്പേസ് ആണെങ്കിൽ പോലും നല്ല ക്ലീൻ ആണ് കേട്ടോ സ്ഥലം. അങ്ങനെ കാത്തിരുന്ന് ബിരിയാണി എത്തി. ഞാനൊരു വെജ് ബിരിയാണി ഫുള്ളും, ഗോകുലാശാൻ ഒരു ചിക്കൻ ബിരിയാണിയും, പിന്നെ അത് ഈ ഒരു ചിക്കൻ ബിരിയാണി ഒരു അതിഥിക്ക് വേണ്ടിയാണ്. ആ അതിഥി വരാൻ എന്തായാലും ലേറ്റാവും. പക്ഷെ അത്രയും നേരം ഞങ്ങൾക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ. ബിരിയാണിക്ക് വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും സാധനത്തിൻ്റെ ടേസ്റ്റ് നൈസായിരുന്നു കേട്ടോ. സോയാബീനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്പടവും നമ്മുടെ സ്ഥിരം അച്ചാറും സാലഡും വരാൻ ഇച്ചിരി ലേറ്റായി. പക്ഷേ ആ ടൈം കൊണ്ട് നിങ്ങൾ കഴിക്കാൻ തുടങ്ങി. സോ ഇവിടുത്തെ ബിരിയാണിയുടെ ഫാനാണ് നമ്മുടെ ഗോകുലാശാൻ. പിന്നെ ഒരാൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞില്ലേ, ആ ബിരിയാണി അവിടെ തന്നെ ഉണ്ടായിരുന്നു. എങ്ങനെ കാര്യം ഇവിടെ കയറുന്നതിന് മുമ്പ് തന്നെ ഈ ഡേറ്റ്സ് അച്ചാറിനെ കുറിച്ച് നല്ല റിവ്യൂ കിട്ടിയെങ്കിലും കഴിച്ച് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഏറ്റവും ഫേവറേറ്റ് ആയത് ആ ഡേറ്റ്സ് അച്ചാറായിരുന്നു. ഇങ്ങനെ ഞാൻ ബിരിയാണി കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എന്തോ ഒരു കാര്യം മിസ്സിംഗ് ആണെന്ന് എനിക്ക് മനസ്സിലായത്. കൈ കൊണ്ട് കഴിക്കാത്തതിൻ്റെ ടേസ്റ്റ് കുറവ് തന്നെയാണെന്ന് മനസ്സിലായി. ഞാൻ എന്തിനാണാവോ സ്പൂൺ കൊണ്ട് കഴിച്ചതെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. വിശപ്പ് കൊണ്ടായിരിക്കും. ഇപ്പോഴാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത് കേട്ടോ. ആ ജഗ്ഗു കമോണിൽ കേട്ടല്ലോ, നമ്മുടെ പൂക്കട ഓംകാരം പൂക്കടയുടെ എല്ലാമായ ജഗ്ഗു എത്തി. അവൻ്റെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ടോട്ടലി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഫുൾ ബിരിയാണിയൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല. ബാക്കി ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഈവൻ ഇവിടുത്തെ ചിക്കൻ ബിരിയാണിയുടെ കട്ട ഫാനായോണ്ടായിരിക്കും ഇവിടുത്തെ ബെസ്റ്റ് ബിരിയാണി എന്ന് പറഞ്ഞത്. പക്ഷേ എനിക്കിത് ബെസ്റ്റ് ബിരിയാണി തോന്നിയില്ലെങ്കിലും നൈസ് ബിരിയാണി ആയിരുന്നു. മേ ബി ചിക്കൻ ബിരിയാണി ലവേഴ്സിന് ഇത് നല്ലൊരു സ്പോട്ടായിരിക്കും. ഫുഡ് ടെക്സ്റ്റ് എന്നാണ് സ്പോട്ടിൻ്റെ പേര്. ബേക്കറി ജംഗ്ഷൻ ആംബ്രൂസിയയ്ക്ക് തൊട്ട് പിറകെ.